JRCM എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. RCMൻ്റെ തന്നെ വീഡിയോ ആണ്. എല്ലാവർക്കും അതിന് മുമ്പായിട്ട് ഇന്ന് ജനുവരി 1 2026 ജനുവരി 1 എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഇനിയുള്ള ജീവിതത്തിൽ എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. RCM തൊട്ടറിയാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന RCM ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ RCM എന്തെന്ന് മനസ്സിലാക്കാൻ അവർ എങ്ങനെയെങ്കിലും RCMൽ എത്തിപ്പെടട്ടെ. അപ്പം നല്ലൊരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ നല്ലൊരു ആരോഗ്യമുള്ള ജനതയെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് RCMലൂടെ പറ്റട്ടെ എന്ന്, അതുപോലെ തന്നെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കാനും പറ്റട്ടെ. അപ്പം ഈ ഡിസംബർ 31 ക്ലോസ് ചെയ്തപ്പോൾ ഞാനും ഒരു ചെറിയ അച്ചീവ്മെൻറ്റോടെ നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ഇന്നൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. രാവിലെ അച്ചീവ്മെൻറ്റ് സെലിബ്രേഷനും എന്താ പറയുക വെൽക്കം മീറ്റിങ്ങിനൊക്കെ പോയി തിരിച്ച് രാത്രി ഒരു മീറ്റിംഗ് കഴിഞ്ഞു. രണ്ടാമത്തെ മീറ്റിംഗ് ഇപ്പം നമുക്ക് മൂർത്തി സാറതും സുജി സാറും വരാൻ നിൽക്കുന്നു. അപ്പോൾ അതിനിടയിൽ ഒരു ചെറിയ വീഡിയോ വെക്കണം. ഈ ഒരു ജനുവരി 1 എനിക്ക് ഒരു വീഡിയോ ഇടണം. കാരണം ഞാൻ വീഡിയോ ലാഗ് ചെയ്തിട്ട് എന്താ പറയുക ഒരുപാട് ലേറ്റായിട്ടാണ് ഇടുന്നത്. അപ്പം അത് പോരാ, ഒരു മാറ്റം വേണം എന്ന് ഞാൻ ഈ ജനുവരി 1 തീരുമാനമെടുത്തപ്പം അതിലൊന്നാണ് എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക എന്നുള്ളത്. ആഴ്ചയിൽ ഒരു 3 വീഡിയോ എങ്കിലും ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മാസത്തിൽ ഒന്നോ അല്ലെങ്കിൽ അത് 3 മാസം കൂടുമ്പോൾ ഒന്നോ ആയിട്ട് ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതുതായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഉപകാരമുള്ള വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ. RCMൽ വന്നാൽ കളവ് അറിയണ്ട. ചെയ്യേണ്ടതുപോലെ ചെയ്താൽ റിസൾട്ട് ഉണ്ടാവുന്ന ഒരു പ്രസ്ഥാനമാണ് RCM. അപ്പം ഇന്ന് ഞാൻ ചെറിയ 2 കുഞ്ഞു പ്രൊഡക്റ്റും ഉണ്ട്. ഞാൻ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്കെങ്ങനെ, അതായത് എല്ലാവരും കണ്ണാടി നോക്കും, ഞാനും നോക്കും കണ്ണാടി. പക്ഷേ ഈ കണ്ണാടിയിൽ നോക്കിയിട്ട് കൊള്ളാം, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് എത്ര പേർക്ക് മനസ്സിൽ തട്ടി പറയാൻ കഴിയും? അങ്ങനെ പറയാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ എല്ലാ വിജയവും. അപ്പം എൻ്റെ സ്റ്റാറ്റസ് കണ്ടാൽ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ അതിൻ്റെ എന്താ പറയുക അടിക്കുറിപ്പിൽ ഞാൻ ഐ ലവ് മീ എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയത്. മറ്റാർക്ക് വേണ്ടിയോ എന്തിനൊക്കെ ഓടി തുടങ്ങി കതച്ച് ഒരു സൈഡാവുമ്പോഴാണ് RCM കയ്യിൽ കിട്ടിയത്. അവിടെ മുതൽ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. വളരെ സന്തോഷം. അപ്പം ഇന്ന് നമ്മൾ കണ്ണാടി നോക്കുന്നവരാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കുമ്പം ഇന്ന് നേഹ മേഡം ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി ആ വീഡിയോ ചെയ്യണം. നമ്മുടെ കൈകളിലേക്കും കാലുകളിലേക്കും നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കുക. ആളുടെ കാല് കണ്ടാൽ അവരുടെ, അതായത് ഇന്ന് നേഹ മേഡം പറഞ്ഞു വീടിൻ്റെ മുക്കും മൂലയും നമ്മൾ വൃത്തിയാക്കി തുടയ്ക്കാറില്ലേ അല്ലെ ക്ലീൻ ചെയ്യാറില്ലേ. നമ്മളൊക്കെ തിരക്ക് പിടിച്ച് ജോലിക്ക് പോകുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഇടയ്ക്കൊന്ന് പോയാലും ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യല്ലോ അല്ലേ നമ്മൾ. അപ്പം അതുപോലെയാണ് നമ്മൾ കുളിച്ച് സുന്ദരിയായിട്ട് അല്ലെങ്കിൽ ഫേസിലൊക്കെ മേക്കപ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഫേസൊക്കെ ഒന്ന് കണ്ണാടി നോക്കി ഒരു പൗഡറൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു സൺസ്ക്രീനൊക്കെ ഇട്ട് പോകുമ്പോൾ നമ്മുടെ കാലുകൾ നമ്മൾ ശ്രദ്ധിക്കില്ല. പലരെയും ഞാൻ കാണുന്നുണ്ട് വിണ്ട് കീറിയ കാല്. അതൊക്കെ നമുക്ക് നന്നാക്കാം. ഒരാളുടെ എന്താ പറയുക ഒരാളുടെ വൃത്തിയും ആ ആളെയും മനസ്സിലാക്കാൻ അവരുടെ കാല് നോക്കിയാൽ മതി. അപ്പം കാലെങ്ങനെ മൊഞ്ചാക്കി കൊണ്ടെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും ഉണ്ടാവും പല പ്രശ്നങ്ങളും കാലിനൊക്കെ. പക്ഷേ അത് എത്രത്തോളം നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, എന്താ പറയുക പെഡിക്യൂർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും വീട്ടിൽ തന്നെ ഇരുന്നിട്ട്. എല്ലാവരും പറയും എനിക്കതിനൊന്നും സമയമില്ല. ഇതിനൊന്നും നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാ ജീവിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. അപ്പം ചെറിയൊരു ട്രിക്ക് എന്ന് പറയേണ്ട നമ്മുടെ 2 ചെറിയ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പെഡിക്യൂർ ചെയ്യാം എന്ന് ഞാൻ പറയാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഇതിങ്ങനെയല്ല കേട്ടോ, ഇത് ഞാൻ പൊളിഞ്ഞു ഏതാ ഉപയോഗിച്ച് എനിക്കൊരു ശീലമുണ്ട്. വെറുതെ നിൽക്കുമ്പോൾ ഇതിങ്ങനെ നുള്ളിപ്പൊളിച്ച് തോല് പൊളിച്ച് ഇത് കണ്ടോൽക്കറിയാം. വീഡിയോ ചെയ്യുമെങ്കിലും ഒന്ന് പുതിയ വാങ്ങിക്കൂടായിരുന്നില്ല. ഇത് പെട്ടെന്ന് വിചാരിച്ചതാട്ടോ. ഇതനി നാളെ പുതിയത് വാങ്ങണം. ഇതിൽ കുറേ ഉണ്ട്. എന്താണ് നൈസയുടെ RCMൻ്റെ ഫുഡ് ക്രീം. ഇതെന്താണ് മുരിങ്ങയുടെ നമ്മുടെ ഫേസ് സ്ക്രബ്. ഇതിന്മേൽ എഴുതിയത് ഫേസ് സ്ക്രബ് എന്ന്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഫേസിൽ ഉപയോഗിക്കുന്നതല്ലേ. ഇത് ഫേസിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമുക്ക് കയ്യിലും കാലിലൊക്കെ ഉപയോഗിച്ച് അടിപൊളി റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. മുരിങ്ങ ഫേസ് സ്ക്രബ് നമുക്കറിയാം ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്. 100ഓളം പേരിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിനൊരു പ്രശ്നമില്ല. ശരീരത്തിനുള്ള ഹാംഫുള്ളായിട്ടുള്ള ഒരു കെമിക്കലും ചേർക്കാത്ത ഉൽപ്പന്നങ്ങളാണ് കിസോളിൻ്റെ വ്യോമിനിയുടെ ഒരു മുരിങ്ങ സ്ക്രബ്. അപ്പോൾ ഈ മുരിങ്ങ സ്ക്രബ് നമ്മൾ ആഴ്ചയ്ക്ക് 2 ദിവസമാണ് ഫേസിൽ ഉപയോഗിക്കുന്നത്. സ്ഥിരമായിട്ട് ഫേസ് സ്ക്രബ് ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മുടെ ഫേസ് സ്ക്രബ് നല്ല നൈസായിട്ടുള്ള തരികളാണ്. എത്ര സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും
ഫേസ് സ്ക്രബ്ബ് ആഴ്ചയ്ക്ക് 2 ദിവസം ഇട്ടിട്ടാണ് ഫേസ് കഴുകേണ്ടത്. പക്ഷേ നമുക്കിത് കാലിൽ ഉപയോഗിക്കുന്നതാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം നമ്മുടെ കാല് നമ്മൾ അധികം ആൾ ശ്രദ്ധിക്കാറില്ല. ചിലരെയൊക്കെ നടന്നു പോകുമ്പോൾ ഞാൻ നോക്കാറുണ്ട്, വിണ്ട് കീറി പൊട്ടി പൊളന്ന് കാലാണോ ഇവരെ കാലിലാണോ, ഫേസൊക്കെ നല്ല മഞ്ചായിരിക്കും, കാലിലേക്ക് നോക്കുമ്പോൾ തീർന്ന്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് കാലിൽ നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ മുരിങ്ങയുടെ ഫേസ് സ്ക്രബ്ബ് നമുക്ക് പെഡിക്യൂറായിട്ട് ഉപയോഗിക്കാം. ഒന്നും വേണ്ട, കാലൊന്ന് നനയ്ക്കുക, ഇത് കുറച്ച് എടുക്കുക, കാലിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. ചെരുപ്പിൻ്റെ ടാൻ ഉണ്ടാവും, വേറെ എന്തെങ്കിലും കലകളുണ്ടാവും, വാതപ്പൊട്ടുണ്ടാവും, അവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് 1, 2, 3 ദിവസം ചെയ്യുമ്പോഴേക്കും നമുക്ക് മൊഞ്ചായി കാല് കാണാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫേസിൽ ആഴ്ചയ്ക്ക് 2 ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ കാലിന് ആഴ്ചയ്ക്ക് ഒരു 3 ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സ്ക്രബ് ചെയ്തതിന് ശേഷം കാല് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം നമ്മുടെ ഇത് വാതപ്പൊട്ടിനുള്ള ക്രീമാണെന്നാണ് പലരുടെയും വിചാരം. വാതപ്പൊട്ടും പോവും, ഒരാഴ്ച കൊണ്ട് വാതപ്പൊട്ട് മാറിയാലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ ഇത് വാതപ്പൊട്ടിന് മാത്രമുള്ള ക്രീമല്ല, നമ്മുടെ കാൽപാദം സുന്ദരമാക്കാൻ ഉള്ള ക്രീമാണ്. അതായത് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടും എന്താ പറയുക, റഫായിട്ട് നിൽക്കുന്ന കാലമൊക്കെ ഒന്ന് മുരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോക്കി ഒന്ന് മോയ്സ്ചറൈസിങ് ആയിട്ടും മൊഞ്ചായിട്ട് നിൽക്കാൻ നമ്മുടെ ഫുഡ് ക്രീം നൈസൈഡ് RCMൻ്റെ ഫുഡ് ക്രീം ബെസ്റ്റ് അടിപൊളി റിസൾട്ടാട്ടോ. അപ്പോൾ ഈ സ്ക്രബ് ഇട്ട് കഴുകുക, നല്ല കോട്ടൺ തുണി കൊണ്ട് നമ്മുടെ കാലാണ് നന്നായിട്ട് ഒപ്പിയെടുത്ത് തുടച്ചിട്ട് നല്ല മൊഞ്ചിൽ തലോടി ഹായ് എന്ത് രസം എന്നൊക്കെ കാലിന് പറഞ്ഞ് കൊണ്ട് നമ്മളിതെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കാലിന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഫുഡ് ക്രീം വെച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ കാലമാണോ ഇതെന്നൊക്കെ തോന്നും. അപ്പോൾ 1, 2, 3 പ്രാവശ്യം നമുക്കിത് ചെയ്താൽ റിസൾട്ട് നന്നായിട്ട് കാണാം. ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ നമ്മുടെ മൂർത്തി സാറിൻ്റെയൊക്കെ വീഡിയോ എന്താ പറയുക, മീറ്റിംഗ് തുടങ്ങാറായി. അപ്പോൾ എല്ലാവർക്കും ഫുഡ് ക്രീമും മുരിങ്ങ ക്രീമും പരിചയപ്പെടുത്തുക. കാലുകൾ സുന്ദരമാവട്ടെ. JRCM, ഗുഡ് RCM. താങ്ക് യു.